വിവേക്, എന്താ മോം? നിന്നോട് പറയാൻ മറന്നുപോയി. ഇന്നലെ രാജേശ്വരി ഫോൺ ചെയ്തിരുന്നു. അവളുടെ മോക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമായത്രേ. നിന്നെ കണ്ടപ്പോ തൊട്ട് വിവേകിന്റെ എന്റെയും കല്യാണം എപ്പോഴാന്ന് ചോദിച്ചോണ്ടിരിക്കത്രേ. മിടുക്കനാണല്ലോ, എത്ര പെട്ടെന്ന് നീ അവളെ വശീകരിച്ച്. മോം, ഇപ്പൊ വന്ന കാര്യം എന്താണെന്ന് പറ. ഒന്നുമില്ലടാ, സഞ്ജനയുടെ കല്യാണത്തിനൊപ്പം നിന്റെയും കൂടെ കല്യാണം നടത്തിയോലാന്നാ ഞാനിപ്പോ ചിന്തിക്കുന്നത്. ഇനിയൊരു പക്ഷെ അങ്ങനെ നടത്താൻ പറ്റിയില്ലെങ്കിൽ സഞ്ജനയുടെ കല്യാണം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് നിന്റെ കല്യാണം പ്ലാൻ ചെയ്യാം. എന്താടാ മോനെ നിന്റെ അഭിപ്രായം? ഓക്കെ അല്ലേ നിനക്ക്? മോം, നടക്കാനുള്ളതൊക്കെ അതിന്റെ വഴിക്ക് അങ്ങ് നടന്നോളും മോം. എന്റെ കല്യാണം നടത്താൻ ഇപ്പോ അത്രയ്ക്കധികം തിടുക്കം എന്തിനാ? ആദ്യം സഞ്ജനയുടെ കല്യാണം നടക്കട്ടെ. ശരിയടാ, ഇതിനെക്കുറിച്ചൊക്കെ നിന്നോട് പറഞ്ഞ നിനക്കെന്ത് മനസ്സിലാവാനാ? അമ്മയുടെ സ്ഥാനത്തുനിന്ന് ഞാൻ തന്നെ വേണം എല്ലാം ചെയ്യാൻ. ചാരുവിനോട് എല്ലാം തുറന്നു പറഞ്ഞിട്ടും വെറുതെ ആയി പോയല്ലോ. അവളുടെ കാര്യമാണെങ്കിൽ ഒന്നും തുറന്നു പറയുന്നുമില്ല. അതൊന്നും അറിയാണ്ട് ഞാനെങ്ങനെയാ ഇതിനൊരു തീരുമാനം എടുക്കുന്നേ? ചാരുവിന് എന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം എനിക്കറിയാം. അവളുടെ മനസ്സിൽ ഒളിപ്പിച്ച ആ പ്രണയം എങ്ങനെയാ ഇപ്പൊ ഒന്ന് പുറത്തു കൊണ്ടുവരിക? ചാരു, ആ വലിയ വീട്ടുകാരോടൊപ്പം ചേച്ചി അനുഭവിക്കുന്ന കഷ്ടതകൾ പോരാഞ്ഞിട്ടാണോ നീയും കൂടെ അവിടേക്ക് പോകാൻ തീരുമാനിച്ചത്? ചേച്ചിയുടെ കണ്ണുനീര് ഇന്ന് വരെ തോർന്നിട്ടില്ല. ജീവിതകാലം അതനുഭവിക്കാൻ നീയും തയ്യാറാവാണോ? വിവേകിന് ഇഷ്ടമാണെന്ന് കരുതി പുളകം കൊണ്ട് നീയും അവനോട് ഓക്കേ എന്നെങ്ങാനും പറഞ്ഞാ എല്ലാം അതോടെ തീരും. മഞ്ജരി, എന്താ 1000 വോൾട്ടിന്റെ ബൾബ് പോലെ മുഖത്തൊരു വെളിച്ചം? ഓഫ് കോഴ്സ് ആന്റി, കുറെ ദിവസങ്ങൾക്ക് ശേഷം ആ മേഘനയുടെ അടുത്ത് എനിക്കൊന്ന് ജയിക്കാനായിട്ട് സാധിച്ചത്. മേഘനയുടെ പാസ്പോർട്ട് എടുത്ത് ആ കുപ്പക്കാരന്റെ വണ്ടിയിലിട്ടില്ലേ, അത് മതി. ഈ ഫോറിൻ ട്രിപ്പിൽ നിന്നും അവളെ ഒഴിപ്പിക്കാൻ നമ്മൾ ഇനി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. എനിക്കും മിഥുനും ഇടയ്ക്ക് സ്വർഗത്തിലെ കട്ടറുമ്പ് പോലെ എത്തിയ മേഘനയെ ഞെരടി കൊന്നു കളഞ്ഞില്ലേ? അപ്പൊ പിന്നെ മുഖം ബൾബ് പോലെയല്ല ആന്റി, ആ മൂൺലൈറ്റ് പോലെ പ്രകാശിക്കും. യാ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാലും കഷ്ടമുണ്ട് അവളുടെ കാര്യം. വലിയ ബുദ്ധിമതിയാണെന്നൊക്കെ വിചാരം, പക്ഷെ തലയ്ക്ക് താളനക്കും ഇല്ല. എത്ര നിസ്സാരമായിട്ട് അവൾ ആ പാസ്പോർട്ട് അവിടെ വെച്ചിട്ട് പോയത്. എന്തായാലും കുഗ്രാമത്തിലെ ചാണകം ചാണകം തന്നെയാ. പറമ്പിൽ കിളയ്ക്കാനും കുഴികുത്താനും അല്ലാണ്ട് നമ്മളെപ്പോലെ വിദ്യാഭ്യാസം ഉള്ളവരെ മുൻപിൽ അവൾക്ക് പിടിച്ചു നിൽക്കാനാവില്ല. യു ആർ റൈറ്റ് മഞ്ജരി. പാവം, പാസ്പോർട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞു മേഘന ഇവിടെ കിടന്ന് പെടയ്ക്കാൻ തുടങ്ങും. അത് കാണാൻ വേണ്ടി ഞാൻ കൊതിച്ചിരിക്കുക ആന്റി. എന്നാലും അവൾക്ക് സംശയം തോന്നാതിരിക്കാനാ പോയി നോക്കാത്തെ. അതും ശരിയാ. അവളുടെ പാസ്പോർട്ടിന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, ആദ്യം നിന്റെ പാസ്പോർട്ട് സൂക്ഷിച്ചു വെച്ചോ. അയ്യോ ആന്റി, എന്റെ പാസ്പോർട്ട് ഞാൻ എവിടെയാ വെച്ചത്? വാട്ട് ഹാപ്പൻ മഞ്ജരി? എവിടെയാ വെച്ചത്? എന്റെ പാസ്പോർട്ട് എവിടെയാ വെച്ചതെന്ന് ഓർമ്മ കിട്ടുന്നില്ല. അതിരിക്കട്ടെ, നീ അത് ഹാളിൽ നിന്ന് എടുത്തോണ്ട് വന്നായിരുന്നോ? അതാ ആന്റി എനിക്ക് ഓർമ്മ കിട്ടാത്തത്. ഇപ്പൊ ഓർമ്മ വന്നോ? ഇല്ല ആന്റി, എവിടെയാ വെച്ചതെന്നൊരു ഓർമ്മയും കിട്ടുന്നില്ല. മഞ്ജരി, നിനക്ക് വേണ്ടി ഞാൻ കുറച്ച് ഗ്ലൂക്കോസ് വെള്ളം കലക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. എനിക്കോ? എന്തിനാ അത്? കളഞ്ഞു പോയ പാസ്പോർട്ട് തപ്പിയെടുക്കണമെങ്കിൽ കുറച്ച് എനർജി ഒക്കെ വേണ്ടേ?
വീടിനകത്ത് തപ്പിയാൽ മതിയെങ്കിൽ ഈ ഗ്ലൂക്കോസിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ പുറത്ത് എവിടെയോ ഉള്ള കുപ്പവണ്ടിയിൽ നിന്ന് നിന്റെ പാസ്പോർട്ട് തപ്പിയെടുക്കണമെങ്കിൽ കുറച്ചധികം കഷ്ടപ്പെടേണ്ടി വരില്ലേ? ഒരു 1.5 കഷ്ടപ്പെടായിരിക്കും. ആദ്യം ആ വണ്ടി എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. പിന്നെയല്ലേ നിന്റെ പാസ്പോർട്ടിന്റെ കാര്യം. മേഘനെ, നീ എന്താ ഈ പൊലമ്പുന്നേ? എന്റെ പാസ്പോർട്ട് കുപ്പവണ്ടി വീഴുന്നത് എങ്ങനെയാ? അതറിഞ്ഞൂടെ നിനക്ക്? നിന്റെ കൈകൊണ്ട് നീ തന്നെയല്ലേ നിന്റെ പാസ്പോർട്ട് എടുത്ത് ട്രാഷ് ബിന്നിൽ കൊണ്ടിട്ടത്? അത് പിന്നെ കുപ്പക്കാരന്റെ വണ്ടിയിലായി. അവിടുന്ന് പിന്നെ ഏതെങ്കിലും ഒരു ഡംപിങ് യാർഡിലേക്ക് പോയിട്ടുണ്ടാവും. അതവിടെ കിടന്ന് കരിഞ്ഞ് ചാമ്പലാവത്തേ ഉള്ളൂ. ഞാൻ എപ്പോഴും എന്റെ പാസ്പോർട്ട് കുപ്പവണ്ടിയിൽ ഇട്ടത്? നടന്നത് എന്താണെന്ന് നിനക്കൊരു ഊഹമില്ല അല്ലേ മഞ്ജരി? സാരമില്ല, ഒരു ഫ്ലാഷ് കട്ടിലൂടെ അത് ഞാൻ തന്നെ കാണിച്ചുതരാം. നല്ലോണം കണ്ടോ? അച്ഛൻ ഇവിടെ ഇരുന്നേ, ഞാൻ പോയി ടാബ്ലറ്റ് എടുത്തിട്ട് വരാം. ഓക്കെ സാർ. Okay, thank you so much. ഇറ്റ്സ് ഓക്കെ സാർ. ഇത് അയച്ച ടാബ്ലറ്റ് ഞാൻ മെല്ലെ എടുത്തിട്ട് വരാം. ഇവരെന്തോ പണിയൊപ്പിക്കാനുള്ള പുറപ്പാടാണല്ലോ. എന്റെ പാസ്പോർട്ട് അടിച്ചു മാറ്റി എന്റെ യാത്ര മുടക്കാനുള്ള പരിപാടിയാണല്ലേ എന്ന് ഞാൻ കാണിച്ചു തരാം. അതൊക്കെ അടിച്ചു മാറ്റി. മഞ്ജരി, ജയദേവേട്ട, ഒന്ന് ഹോസ്പിറ്റലിൽ പോയി കാണിച്ചൂടെ? മഞ്ജരി, എന്റെ പാസ്പോർട്ട് കൊണ്ട് കളയാൻ തീരുമാനിച്ചെടുത്ത് ഞാൻ നിന്റെ പാസ്പോർട്ട് കൊണ്ട് കളഞ്ഞു. എന്തല്ലേ, നീ എന്റെ പാസ്പോർട്ടിന് നേരെ ഉന്നം വെച്ചപ്പോ അത് തെറ്റി നിന്റെ പാസ്പോർട്ടിലേക്ക് വീണു. സത്യത്തിൽ അത് തെറ്റി വീണതല്ല, ഞാൻ വീഴ്ചതാ. നീ കുഴിച്ചു വെച്ച കുഴിയിൽ വീണ്ടും ഒരിക്കൽ കൂടി നീ തന്നെ വീണിരിക്കുന്നു എന്നർത്ഥം. ഇപ്പൊ നിന്റെ പാസ്പോർട്ട് ഏത് ഡംപിയാർഡിലാണാവോ, അല്ലെങ്കിൽ ഏത് തെരുവിലൂടെയാണാവോ പോകുന്നത്? എത്ര പാടുപെട്ടിട്ടാ ഞങ്ങളുടെ കൂടെ ഫോറിനിലേക്ക് വരാൻ വേണ്ടി നീ കരുക്കൾ നീക്കിയത്. എന്നിട്ട് ദേ കിടക്കുന്നു, ആ പ്ലാൻ എല്ലാം തവിട് പൊടിയായി. നിന്നെ കണ്ടിട്ട് എനിക്ക് വല്ലാണ്ട് സഹതാപം തോന്നുന്നു മഞ്ജരി. മേഘനെ, എന്റെ കൈയെടുത്ത് എന്റെ കണ്ണി തന്നെ കുത്തിക്കുന്നോ നീ? നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഓ മഞ്ജരി, ഈ റിവെഞ്ച് ഡയലോഗ്സ് ഒക്കെ ആണെങ്കിൽ പിന്നെ ആണെങ്കിലും പറയാം. ആദ്യം പാസ്പോർട്ട് എന്തിന്ന് ചെന്ന് നോക്ക്. ശരി ആന്റി, അത് ഏത് ചവറിനിടയ്ക്ക് കിടന്ന് കരയുന്നുണ്ടോ ആവോ. ആന്റി, ആ കുപ്പവണ്ടി എങ്ങോട്ടാ പോയേ? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ആ, നിന്റെ പാസ്പോർട്ട് തിരിച്ചിടാൻ നിന്നെയും കാത്ത് ഇവിടെ തന്നെ നിൽക്കുവോ? അവൻ അവന്റെ വഴിക്ക് പോയി കാണും. കുപ്പയും കറക്റ്റ് ചെയ്തോണ്ട് എങ്ങോട്ട് പോയി കാണുമോ എന്ന് ആർക്കറിയാം. ഇപ്പൊ എവിടെ പോയി കണ്ടുപിടിക്കാനാ? അയ്യോ, അവരെ കണ്ടുപിടിക്കാൻ വലിയ പാടല്ലേ. ട്രാഷ് ബിന്നിൽ ഇടുന്നതിന് മുമ്പ് അത് ആരുടെയെന്ന് നോക്കാൻ പോലും നിനക്ക് തോന്നിയോ? ചെയ്ത വിഡ്ഢിത്തത്തിന് ഇപ്പൊ ആ കുപ്പവണ്ടിയുടെ പുറകെ പോവാതെ തരമില്ല. ഞാൻ വല്ല പറഞ്ഞു ഇപ്പോഴും നിന്റെ കുട്ടിത്തം വിട്ട് മാറിയിട്ടില്ലല്ലോ. ആ മേഘന പറഞ്ഞതുപോലെ നമ്മൾ കുഴിച്ച കുഴിയിൽ ഇപ്പൊ നമ്മൾ തന്നെ വീണു. പ്ലീസ് ആന്റി,
അല്ലെങ്കിൽ തന്നെ ആ മേഘന പറഞ്ഞതൊക്കെ എന്റെ ഹൃദയത്തിൽ കൊണ്ടു കയറിക്കൊണ്ടിരിക്കുക. അത് ഓർപ്പിച്ച് എന്റെ ടെമ്പർ കൂട്ടല്ലേ. ഓ വിട്. ആദ്യം ആ കുപ്പവണ്ടി ഏതിലെ പോയിന്ന് നമുക്ക് നോക്കാം. വാ. മഞ്ജരി, അതല്ലേ വണ്ടി? കം കം. പിന്നെ അപ്പുറത്തെ സ്ട്രീറ്റിൽ കളക്ട് ചെയ്ത ട്രാഷ് ഇപ്പോഴും വണ്ടി തന്നെയുണ്ടോ? മാഡം എന്താ കുപ്പ മേടിക്കാൻ വേണ്ടി വന്നാണോ? അതെ, കുപ്പ വേണം. ഇത് കൊണ്ടുപോയി മാഡത്തിന് എന്ത് ചെയ്യാനാ? ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തോളാം. ചോദിച്ചതിനുള്ള ഉത്തരം മാത്രം പറഞ്ഞാൽ മതി. ആ കുപ്പ ഈ വണ്ടി തന്നെ ഉണ്ടോ? ഇല്ലല്ലോ മാഡം, ഈ സ്ട്രീറ്റിന്റെ കോർണറിൽ ഒരു ഡംപ് യാർഡ് ഉണ്ട്, അവിടെ ഇട്ടു മാഡം. എന്താ ആന്റി ഇത്? അവനത് എവിടെയോ കൊണ്ടിട്ടത്ര. എന്ത് ചെയ്യാൻ പറ്റും? പോയി നോക്കാം. വാ. ചെയ്ത ഒരു കാര്യത്തിൽ നിന്നെ ഞാൻ എന്തൊരു നാറ്റോ. ഇതിനകത്ത് ആരിറങ്ങി തപ്പും? ആന്റി പ്ലീസ്, എങ്ങനെയെങ്കിലും എന്റെ പാസ്പോർട്ട് കണ്ടുപിടിച്ചു തരോ? നിന്റെ കൂടെ കൂടിയതിന്റെ പേരിൽ ഒടുവിൽ എന്നെ കുപ്പക്കാരിയാക്കി മാറ്റിയല്ലോ. പ്ലീസ് ആന്റി, പിന്നെ സാവകാശം തല്ലൂട. ആദ്യം എന്റെ പാസ്പോർട്ട് തപ്പിയെടുക്ക. ആന്റി, മഞ്ജരി, നോക്കി നിൽക്കാണ്ട് വേഗം തപ്പ്. അയ്യേ ആന്റി, അങ്ങോട്ടൊന്ന് നോക്കിക്കോ ആന്റി. മഞ്ജരി, നീ ഒരൊറ്റ കാരണം വല്ലവന്റെ അപ്പി വരെ ദേഹത്ത് പറയണ്ടു. നോക്കടി. ആന്റി, പാസ്പോർട്ട് കിട്ടി. ഭഗവാനെ, രക്ഷപ്പെട്ടു. ഈ അപ്പിക്കകത്ത് ഇനി എത്ര നേരം നിൽക്കേണ്ടി വരും ഓർത്ത് എന്റെ തല വരെ കറങ്ങാൻ തുടങ്ങിയിരുന്നു. മഞ്ജരി, സാധനം കിട്ടിയല്ലോ, പെട്ടെന്ന് പോവാൻ വന്നേ. പ്രിയമതി മഞ്ജരി എവിടെ? കാണുന്നില്ലല്ലോ. അവര് വീട്ടിലില്ല മാഡം. ഞാനവരെ വിളിക്കാൻ ചെന്നതാ, ഒരിടത്തും കാണുന്നില്ല മാഡം. ഈ സമയത്ത് അവരെവിടെ പോവാന്? ആന്റി, ഈ കാര്യം വീട്ടിൽ ഒരാളും അറിയരുത്. അറിഞ്ഞ ഭയങ്കര നാണക്കേടാ. നാണക്കേടൊക്കെ പിന്നത്തെ കാര്യം. മേഘനയ്ക്ക് ഇട്ട് പണി കൊടുക്കാൻ നോക്കിയിട്ട് അത് നമുക്ക് ഇട്ടിട്ട് പണിയെന്ന് പറഞ്ഞു എല്ലാവരും ആദ്യം നമ്മളെ കാർക്കിച്ച് തുപ്പും. ശരി ആന്റി. ദേ അങ്ങോട്ട് നോക്ക. പ്രിയമതേ മഞ്ജരി എവിടെ പോയിട്ട് വരുവാ.
ഓടിപ്പടച്ച് ചെന്ന് കുപ്പവാരി പാസ്പോർട്ട് കണ്ടുപിടിച്ചെന്ന് തോന്നുന്നു. പ്രിയമതേ, ഇങ്ങോട്ടേക്ക് വന്നേ. ഈ സമയത്ത് രണ്ടാളും എവിടെ പോയതാ? രണ്ടിന്റെ തലയിൽ ഇതെന്താ? പറയണ്ടായിരുന്നോ? ആന്റി വിഷമിക്കോന്ന് കരുതിയാ ഞാൻ പറയാതിരുന്നെ. രണ്ടുപേരും എന്താ ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? എന്താ രണ്ടുപേരും തമ്മിൽ പിറുവിറുക്കുന്നേ? ഒന്നുമില്ലമ്മേ, ചുമ്മാ ഒരു വാക്കിങ്ങിന് പോയിട്ട് വന്നാ. ഈ നട്ടുച്ച നേരത്ത് വാക്കിങ്ങിന് പോയെന്നോ? അല്ല ആന്റി, കഴിഞ്ഞ ആഴ്ച പ്രിയംവദ ആന്റി ഡോക്ടറെ കാണാൻ പോയപ്പോ ഡി വിറ്റാമിൻ കുറവാണെന്ന് പറഞ്ഞു അത്രേ. അതുകൊണ്ടാ ഡി വിറ്റാമിന് വേണ്ടി വെയിലത്ത് വാക്കിങ്ങിന് പോയിട്ട് വന്നേ. ഡി വിറ്റമിൻ കാലത്ത് ഇളം വെയിലേ കിട്ടുന്നത് മഞ്ജരി, നട്ടുച്ചയ്ക്കത്തെ വെയിലല്ല. കഷ്ടമുണ്ട്. ആ ഡോക്ടർ അത് പറഞ്ഞില്ലായിരുന്നല്ലേ? ഇതെന്താ ഒരു വൃത്തികെട്ട നാറ്റം? ആദ്യം ഇവര് വന്ന് കേറിയപ്പോ തൊട്ടുണ്ട് ജയദേവാ. പ്രിയമതേ, സത്യം പറഞ്ഞോണം, രണ്ടുപേരും കൂടെ എവിടെ പോയിട്ടുള്ള വരവാ? കിഴവിയുടെ തലയ്ക്കകത്ത് ഇപ്പോഴും ഒരു കുഴപ്പമില്ല. ചോദിച്ച കേട്ടില്ലേ? എന്താ മിണ്ടാത്തേ? വീടമ്മേ, ഇത് ഡിസ്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യാനാ? രണ്ടുപേരും ചെന്നൊന്ന് വേഗം കുളിച്ചിട്ട് വാ, ചെല്ല്. ആ മേക്കിനയുടെ ചിരി കണ്ടായിരുന്നോ? നമ്മളെ കളിയാക്കിയായിരുന്നില്ല അവള്. എല്ലാവരെയും മുമ്പിൽ വെച്ച് അവൾ വിളിച്ചു പറഞ്ഞേനെ. ഇവിടെ ആരും ആരെയും കളിയാക്കാൻ ശ്രമിച്ചിട്ടില്ല മഞ്ജരി. നീയായിട്ടാണ് നിന്റെ കുഴി കുഴിച്ചത്. നിന്റെ സകല പ്രശ്നങ്ങൾക്കും നീ മാത്രമാണ് കാരണം. എപ്പോഴും മറ്റൊരാൾക്കിട്ട് പണി കൊടുക്കുമ്പോ 100 വട്ടം ഒന്ന് ആലോചിക്കണം. ചില സമയത്ത് അടുത്തവന്റെ കാലില് കനല് വാരിയെറിയാൻ നോക്കുമ്പോ സ്വന്തം ഉടുപ്പ് ആളിക്കത്താൻ തുടങ്ങിയിട്ടുണ്ടാവും. ചെറിയൊരു അശ്രദ്ധ കാണിച്ച പോലും നിന്റെ തെറ്റില് നീ തന്നെ കത്തിച്ചാമ്പലാവും. ഇപ്പൊ കാര്യം പിടികിട്ടിയല്ലോ അല്ലേ? എന്നോട് കളിക്കാൻ വന്ന നിന്റെയൊക്കെ അടി മുതൽ മുടി വരെ രൂപം തന്നെ മാറിപ്പോകുമെന്ന്. ഇനി എനിക്കിട്ട് പണി തരാനാണെന്നും പറഞ്ഞ് എന്റെ കാര്യങ്ങളിൽ ഇടപെടുന്നതിന് മുൻപ് അത് നിന്നൊക്കെ എവിടെ കൊണ്ടെത്തിക്കുമെന്ന് ഒന്ന് ചിന്തിക്കുന്നതായിരിക്കും നല്ലത്. മറിച്ചാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ 20 കിട്ടുമ്പോ തന്നെ മനസ്സിലാവും തെറ്റിപ്പോയല്ലോ എന്ന്. ഈ മേക്കിനയ്ക്ക് നമ്മളോട് കുറച്ചു നാളായിട്ട് കാലണയുടെ വില പോലും ഇല്ലാതായിരിക്കണം ആന്റി. ഈ മനോഭാവത്തിന് മാറ്റം വരുത്തണം. അതിന് പറ്റിയൊരു ശിക്ഷ അവക്ക് കൊടുത്തേ മതിയാവും. കൊടുക്കാം മഞ്ജരി. ഹലോ ചേച്ചി. ചാരു, സുഖാണോ മോളെ? ഞാൻ സുഖമായിരിക്കുന്നു ചേച്ചി. അതിരിക്കട്ടെ, ചേച്ചിയുടെ വിദേശ യാത്ര എവിടം വരെയായി? എന്ത് പറയണ ചാരു, പാസ്പോർട്ടൊക്കെ കിട്ടി. വിസയുടെ പ്രോസസ്സ് നടക്കാണ്. ഞാൻ തിരിച്ചു വരുന്നത് വരെ നീയും ഇതിന് സൂക്ഷിക്കണേ മോളെ. ഞങ്ങളെ കുറിച്ചോർത്ത് ചേച്ചി വിഷമിക്കണ്ട. മിത്രേട്ടന്റെ ഒപ്പല്ലേ ചേച്ചി പോകുന്നത്. ചേച്ചി ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. ചെറിയൊരു അബദ്ധം പറ്റിയാലും അതിന്റെ പഴി ചേച്ചി കേൾക്കേണ്ടി വരും. അതുകൊണ്ട് ഒന്നിലും ഇടപെടാതെ സൂക്ഷിച്ചും കണ്ടും പെരുമാറിക്കോ. ഞാൻ പറയുന്നത് എന്റെ പേടിയയച്ചി. നീ പേടിക്കൊന്നും വേണ്ട ചാരു, എല്ലാം ഞാൻ നോക്കിക്കോളാം. ചേച്ചി ആയതുകൊണ്ടാണ് ആ വീട്ടിൽ എപ്പോഴും കഴിഞ്ഞുകൂടുന്നത്.